ആക്ച്വലി ഞാനിതൊരു കൊമേഴ്സ്യൽ പർപ്പസിന് വേണ്ടി വാങ്ങിയ പ്ലോട്ടാണത്. നമ്മുടെ നഗരഹൃദയത്തിലായതുകൊണ്ട് ആദ്യം കൊമേഴ്സ്യൽ ചെയ്യാൻ തിങ്ക് ചെയ്തു. പിന്നീട് അത് മാറ്റി നമ്മളൊരു റെസിഡൻഷ്യൽ പർപ്പസിലേക്ക് മാറ്റി. അതൊന്ന് ക്ലയൻറ്റിന് വേണ്ടിയിട്ട് വീട് കാണാനും അവർക്കത് എക്സ്പെരിമെൻ്റ് ചെയ്യാനും പറ്റിയൊരു ഹൗസാക്കി മാറ്റാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് നമ്മുടെ നഗരഹൃദയത്തിൽ തന്നെ നമ്മുടെ ഒരു ഡെമോ ഹൗസ് പോലെ തന്നെ ഈ ഒരു പ്രോപ്പർട്ടി നമ്മളത് അങ്ങനെ സെറ്റ് ചെയ്തെടുത്തു. ഹായ്, എൻ്റെ പേര് ഷഹീർ. എൻ്റെ വീടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനാണ് ഇത് ഡിസൈൻ ചെയ്തത്. ഡിസൈനേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ഫേം ഉണ്ട്, കൂടാതെ ഒരു ഇൻറ്റീരിയർ ഫേം കൂടിയുണ്ട്. എറണാകുളം എളമക്കര പുതുക്കലവട്ടം എന്ന സ്ഥലത്താണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. രാജീവ് നഗറിൽ നമ്മുടെ ലാലേട്ടൻ്റെ തൊട്ട് അരികത്തായിട്ടാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. 3 ഫ്ലോറായിട്ടാണ് ഏതാണ്ട് 3500 സ്ക്വയർ ഫീറ്റ് ബിൽട്ടപ്പ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ഏരിയ വരുന്നത് 7 സെൻറ്റാണ്. ഞാനിത് നിർമ്മിച്ചിരിക്കുന്നത് ക്ലയൻറ്റിന് വേണ്ടി ഒരു ഡെമോ ഹൗസ് കൂടി പ്ലാൻ ചെയ്തിട്ടാണ്. പ്ലോട്ട് ഇതാണ്. ടോട്ടൽ 7 സെൻസ്. അതിൻ്റെ അകത്ത് മെയിൻ റോഡ്, ഒരു സബ് റോഡ് വരുന്നുണ്ട്. 2 എൻട്രിയാണ് നമ്മുടെ വീടിനുള്ളത്. ഒന്ന് വെഹിക്കിൾ എൻട്രിയും 1 പെഡസ്ട്രിയൻ എൻട്രിയുമാണ്. 3 കാർ പാർക്കിംഗ് അതിൻ്റെ അകത്ത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. മെയിൻ റോഡിൽ നിന്നും കയറി വരുമ്പോൾ അത്യാവശ്യം തെറ്റല്ലാത്ത രീതിയിലൊരു ലാൻഡ്സ്കേപ്പിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരു ഗസീബോയും, അതേ തുടർന്ന് സിറ്റ് ഔട്ടിൽ നമ്മൾ ഇറ്റാലിയൻ മാർബിളാണ് ചെയ്തേക്കുന്നത്. നേരെ ഫോയറിൽ വന്നിട്ട് ഫോയറിൽ നിന്നാണ് എല്ലാ റൂമുകളിലേക്കും എൻട്രി വരുന്നത്. നേരെ ലിവിങ് റൂമിലേക്കാണ് പോകുന്നത്. ലിവിങ് റൂമിൽ നമ്മൾ ഇറ്റാലിയൻ മാർബിളാണ് ചെയ്തേക്കുന്നത്. മിനിമൽ സെറ്റി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ 2 ഫുൾ ഹൈറ്റ് വിൻഡോസ് ഉണ്ട്. കൂടാതെ അതിൻ്റെ അകത്തൊരു സ്വിങ് കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ലിവിങ് ടു ഡൈനിങ് ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൂടാതെ അതിൻ്റെ അകത്ത് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. മിനിമൽ സീലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഒരു പ്രയർ റൂം കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലുണ്ട്. പ്രയർ റൂമും നോർമൽ ഇറ്റാലിയൻ മാർബിൾ തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞ് നേരെ ഡൈനിങ് റൂം. ഡൈനിങ് വന്നിട്ട് നമുക്കതിന് വാഷ് ഏരിയക്ക് ഒരു പൗഡർ റൂമായിട്ടാണ് കൊടുത്തേക്കണേ. ഡൈനിങ്ങിൽ നിന്ന് തന്നെ നമുക്ക് 3 ഫ്ലോറിലേക്കും എൻട്രി ചെയ്യാവുന്ന രീതിയിൽ ഒരു ലിഫ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
സൈഡിലൂടെ സ്റ്റെയർ കേസ് പോകുന്നുണ്ട്. കാർ പോർച്ചിൽ നിന്ന് നേരെ ഡൈനിങ്ങിലേക്ക് ഒരു എൻട്രിയും കൂടിയുണ്ട്. കൂടാതെ നമ്മളൊരു ഡൈനിങ് ഏരിയയിൽ ഒരു വാൾപേപ്പർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരെ ബെഡ്റൂമിൽ ലേ ചെയ്തിരിക്കുന്നത് ഒരു ഇറ്റാലിയൻ ടൈലാണ്. ചെറിയ രീതിയിലൊരു വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം അതിനകത്തുണ്ട്. അത്യാവശ്യം ക്രോസ് വെന്റിലേഷൻ വിൻഡോസ് ഉണ്ട്. സീലിംഗ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അവിടെ നേരെ കിച്ചണിലേക്ക്. കിച്ചൺ വന്നിട്ടൊരു വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ കിച്ചണായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു കട്ടിംഗ് ടേബിളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഫോൾ സീലിങ്ങും നല്ല എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് നല്ലൊരു വലിയൊരു വിൻഡോയും ഇതിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് സ്റ്റെയർ കയറി നേരെ എൻട്രി ചെയ്യുന്നത് ഒരു സ്റ്റഡി ഏരിയയിലേക്കാണ്. 3 പേർക്ക് ഇരുന്ന് സ്റ്റഡി ചെയ്യാവുന്ന രീതിയിൽ ഒരു ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് മകൻ്റെ ബെഡ്റൂമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഫോൾ സീലിംഗ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. താഴത്തിൽ ലേ ചെയ്തേക്കുന്നത് നോർമൽ ടൈൽസ് ആണ്. അത് കഴിഞ്ഞ് പെൺകുട്ടികളുടെ രണ്ട് പേർക്കുള്ള ഒരു ബെഡ്റൂമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു ട്വിൻ ബെഡായിട്ട് അറേഞ്ച് ചെയ്ത് 2 കുട്ടികൾക്ക് ചെയ്യാവുന്ന രീതിയിൽ അത്യാവശ്യം മിനിമൽ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു വാർഡ്രോബ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. വിൻഡോസും അത്യാവശ്യം ലൈറ്റ് ആൻഡ് എയർ കിട്ടാവുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നേരെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. മാസ്റ്റർ ബെഡ്റൂം അത്യാവശ്യം വലിയൊരു സൈസിലാണ് ചെയ്തേക്കുന്നത്. ആവശ്യത്തിന് വാർഡ്രോബ്സും അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. നമ്മൾ എല്ലാ ബാത്റൂമിലും ഗ്ലാസ് പാർട്ടീഷൻസ് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്ക് ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ അകത്തൊരു പ്രൈവറ്റ് റൂം പോലെ ചെറിയ റൂം കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരെ ഹോം തിയേറ്ററാണ് വരുന്നത്. സ്റ്റാൻഡേർഡ് സൈസ് ഹോം തിയേറ്ററാണ് വരുന്നത്. 6x3 വരുന്നുണ്ട്. ഹോം തിയേറ്റർ നമ്മളിപ്പോൾ ഒരു മിനിമൽ സെറ്റിംഗ് ആണ് ചെയ്തിട്ടുള്ളൂ. 10 numbers of persons ഇരിക്കാൻ പറ്റും. അതിനുശേഷം സ്റ്റെയർ കയറി മേളിൽ വരുമ്പോൾ നേരെ നമ്മളുടെ ഒരു ഓഫീസാണ്. സെക്കൻഡ് ഫ്ലോറിൽ വരുന്നത്. ഫസ്റ്റ് കയറുന്നത് ഒരു എൻട്രി ഓഫീസാണ്. അത്യാവശ്യം ക്ലയൻറ്റ് വന്നാൽ മീറ്റ് ചെയ്യാനതിന് സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മൾ ഓഫീസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു മിനിമൽ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നേരെ വരുന്നത് ജിം റൂമായിട്ടാണ്. ഒരു ചെറിയൊരു ജിംനേഷ്യം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഒരു ഫാമിലി സിറ്റിംഗ് കൂടി സെക്കൻഡ് ഫ്ലോറിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫാമിലി വളരെ വലുതായതുകൊണ്ടും
ഫ്രണ്ട്സ് ഗ്യാതറിങ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാറുള്ളത് കൊണ്ടുകൂടി നമ്മളൊരു ഫാമിലി സിറ്റിങ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ കണക്ട് ചെയ്തിട്ടാണ് നമ്മുടെ പൂളും കൂടി വരണേ. ഒരു ഇൻഡോർ പൂളാണ്. സൈസ് വന്നിട്ട് ഏതാണ്ട് 6 മീറ്റർ ബൈ 3 മീറ്റർ ആണ് വരുന്നത്. ഫിൽറ്ററിങ് സിസ്റ്റം എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലും നമ്മളൊരു ഫോൾ സീലിംഗ് അത്യാവശ്യം എല്ലായിടത്തും ചെയ്തിട്ടുണ്ട്. അടുത്ത ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ടെറസായിട്ട് വരുന്നതാണ്. അതിൻ്റെ അകത്ത് ഒരു നമ്മൾ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 3x3 റൂം സൈസിൽ വന്നിട്ട് അത്യാവശ്യം നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ഗാർഡൻ ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം ലാൻഡ്സ്കേപ്പിംഗ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഏറ്റവും റിലാക്സ് ആയിട്ട് ഇരിക്കാവുന്ന ഒരു സ്പേസ് ആയിട്ടാണ് അത് ഫീൽ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട്സ് ഫാമിലി ആര് വരുവാണെങ്കിലും ഈവനിങ് ഏറ്റവും ഒരു ബെറ്റർ പ്ലേസ് ആയിട്ടാണ് അത് ഫീൽ ചെയ്യുന്നത്. അവിടെ നമ്മളൊരു സിങ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, 2 ചെയറുണ്ട്, ഒരു ടീപ്പോ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വീട് വെച്ചത് കൊണ്ടുള്ള എനിക്ക് ഏറ്റവും ഉണ്ടായ പോസിറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സിറ്റിയുടെ സെൻറ്ററിലായതുകൊണ്ട് വളരെ അടുത്താണ് ലുലു. പിന്നെ എവിടെ പോകണമെങ്കിലും വളരെ ക്ലോസ് ആണ്, ഹൈവേ ആയിട്ട് വളരെ അടുത്ത് നിൽക്കുന്നതുകൊണ്ട്. എന്നാൽ ടൗണിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് വളരെ ഈസി വേ ആയിരുന്നു. നമുക്കൊരു പാൻഡമിക് സിറ്റുവേഷൻ വന്നപ്പോൾ, കൊറോണ, ഏറ്റവും ഉപകാരമുണ്ടായ ഒരു വീടാണത്. ലൈക്ക് ഹോം തിയേറ്റർ, പൂള്, ജിമ്മ്, ബാക്കി എല്ലാ സ്ഥാപനങ്ങളും അടഞ്ഞു കിടന്നപ്പോൾ എൻ്റെ വീട് എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും എല്ലാം ഒത്തിരി ഉപകാരമായ, എൻ്റെ ഫാമിലിക്കും ഒത്തിരി ഉപകാരമായ ഒരു വീടായിരുന്നു.